ഹലോ ഗൈസ്, അങ്ങനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഇറങ്ങാൻ സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് റോസ് ഐലൻഡാണ്. ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്, അഥവാ ബോസ് ഐലൻഡ് എന്നാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ റോസ് ഐലൻഡ് എത്തുന്നത് ഒരു ഫെറി വഴിയാണ്. അതായത് മെയിൻ ഐലൻഡ് പോർട്ട് ബ്ലെയറിൽ നിന്ന് റോസ് ഐലൻഡിലേക്ക് നമ്മൾ ഒരു ഫെറി കയറിയാണ് വരേണ്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറങ്ങാണ്ട് ബഗ്ഗി ഉണ്ട്, അഥവാ നമുക്ക് നടന്നും കണ്ട് പോകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. ഇതൊരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പ്ലസ് ഒരു പാർട്ടിയും ഏരിയയും കൂടിയായിരുന്നു. അതായത് മെയിൻ ഐലൻഡിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ പ്രിസണേഴ്സും ഇല്ല, അതുകൊണ്ട് ഫുൾ ബ്രിട്ടീഷേഴ്സുമാണ്. പിന്നെ ഇവിടെ കുറേ ഗെയിംസ്, പൂൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. നമുക്കിവിടെ കുറേ റൂയിൻസ് എല്ലാം കാണാനും, അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സ്, ചർച്ചസ്, അങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഒരു എർത്ത് ക്വിക്ക് കാരണമാണ് തകർന്ന് ഇതായി പോയത്. ഇപ്പം നശിഞ്ഞടക്കുകയാണ്. ആകെ ഫുള്ളും കാട് കൂടിയ അവസ്ഥയാണ്. ഇനി നമ്മൾ കാണാൻ പോണതാണ് ഇവിടുത്തെ ഹാർബർ. അതായത് പണ്ട് വലിയ വലിയ ഷിപ്പൊക്കെ ഡോക്ക് ചെയ്യുന്ന ഏരിയ ആയിരുന്നു ഈ ഹാർബർ. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. നമുക്കിവിടെ കാണാൻ പറ്റിയ ഒരു ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കുറേ പാറകഷ്ണം പോലെ ഇരിക്കുന്നത് ഒരു ഉണ്ടാക്കിയ റോക്കിംഗ് ഏരിയാസ് ആയിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇവിടെ ഒരു ജാപ്പനീസ് ബങ്കർ ഉണ്ടായിരുന്നു. അതായത് ആൻഡമാൻ പണ്ട് ജപ്പാൻ്റെ അണ്ടറിലോ ആയിരുന്നു. അപ്പോൾ അവർ പണ്ട് ജാപ്പനീസ് ബങ്കേഴ്സാണ് ഇതൊക്കെ. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ജാപ്പനീസ് ബങ്കേഴ്സ് റോസ് ഐലൻഡിൽ മാത്രമല്ല, പോർട്ട് ബ്ലെയറിലും പിന്നെ വേറെ കുറേ ദ്വീപുകളിലും ഉണ്ട്. അതായത് ഈ ആൻഡമാൻ ഫുള്ളും പണ്ട് ജാപ്പനീസ് അണ്ടറിലായിരുന്നു ബിഫോർ വേൾഡ് വാർ 1. ഇപ്പോൾ ഇവിടെ വരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.